6ാമത്തെ ദിവസം. അതായത് ഇനി 4 ദിവസം കൂടെ ഉള്ളൂ ഓണത്തിലേക്ക്, തിരുവോണത്തിലേക്ക്. ഇന്ന് തൃക്കേട്ട. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഞാൻ എൻ്റെ വളരെ അടുത്ത എൻ്റെ ഫ്രണ്ട് കൂടിയാണ്, അതിലുപരി ഞാൻ പരിചയപ്പെടുത്തുന്നു. ഷീസ് മൈ സിസ്റ്റർ, ഓൺ സിസ്റ്റർ വിദ്യ. ഹായ്. ഞങ്ങൾ ശരിക്കൊരു ഫ്രണ്ട്ഷിപ്പാണ് ഉണ്ടാവാറ് എപ്പോഴും. എന്ത് കാര്യത്തിനും വളരെ തമാശകളും ഒക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും, അല്ല വിദ്യ? അപ്പൊ ഇന്നത്തെ റെസിപ്പി ഞാനല്ല ചെയ്യുന്നത്. ഓണം സ്പെഷ്യൽ റെസിപ്പി ചെയ്യുന്നത് വിദ്യയാണ് ചെയ്യുന്നത്. ഒരു മലയാളിയുടെ വീക്ക്നെസ് ആയ ഒരു സംഭവം ഉണ്ട്. അതൊരു സംഭവം തന്നെയാണ്. എന്താ വിദ്യ അത്? അത് ഒരു ശരാശരി മലയാളി ഏറ്റവും ഇഷ്ടപ്പെടുന്ന സദ്യയിലെ ഒരു വിഭവമാണ്. അതായത് പാലട പ്രഥമൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഈവൻ ഡയബറ്റിക് പേഷ്യൻസിന് പോലും വളരെയധികം ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. ഡയബറ്റിക് പേഷ്യൻസ് ഒന്ന് തലകുനിക്കും അല്ലേ? അതെ, അവര് ഇപ്പോൾ റിലേറ്റീവ്സ് അല്ലാതെ ക്ലോസ്ഡ് ആയിട്ടുള്ളവർ അടുത്തില്ലെങ്കിൽ 2 കപ്പെങ്കിലും എടുത്തു കുടിക്കും പാലട. അപ്പൊ അതിന് പാലട എന്ന് പറയുമ്പോ ഭയങ്കര പാടല്ലേ അത് ചെയ്യാൻ വേണ്ടിയിട്ട്? പാലട അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ടൈം കൺസ്യൂമിങ്, കൂടുതൽ ടൈം വേണം നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എഫേർട്ടാണെങ്കിലും വളരെ കുറച്ച് മതി. ഇതാണ് എൻ്റെ അനുഭവം. ഞാനിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്, പാലട പ്രഥമൻ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്. എത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിന്? ആകെ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുക്കുന്നത്. പാല്, അട പ്ലസ് പഞ്ചസാര. വെള്ളം യൂസ് ചെയ്യുന്നില്ല? വെള്ളം ഞാൻ എടുക്കാറില്ല. വെള്ളം എടുക്കാറില്ല. മറ്റൊരു ചേരുവകളുമില്ല. ഒരു നുള്ളു ഉപ്പിടാറുണ്ട്. അത് അട വേവിക്കുമ്പോൾ മാത്രം. അപ്പൊ അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. മലയാളിയുടെ വീക്ക്നെസ്. ഒരു സദ്യക്ക് പോയാൽ നമ്മൾ ഏറ്റവും അവസാനത്തെ വിഭവം, വിളമ്പുന്ന വിഭവമായ പായസത്തിലേക്കായിരിക്കും മിക്കവരുടെയും കണ്ണ്. എന്താണ് പായസം? പാലട ഉണ്ടോ എന്നുള്ളതായിരിക്കും. എന്നെയും എൻ്റെ ഫാമിലിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഞാൻ കണ്ടിട്ടുള്ളവരിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പൊ ഇന്ന് വിദ്യ നമുക്ക് നല്ല സ്വീറ്റ് ആൻഡ് ഡെലിഷ്യസ് പാലട വളരെ കുറച്ച് ചെലവില് എങ്ങനെ ഉണ്ടാക്കാം. നമ്മളിത് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ 1 ലിറ്റർ പാലടയ്ക്ക് 220 രൂപ 250 രൂപ കൊടുക്കണം. ഇത് നമുക്ക്, ഞാനിത് കണക്കാക്കുമ്പോൾ 206 രൂപയാണ്. 206. അതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസിങ് മെത്തേഡ് അനുസരിച്ചിട്ട് ഇത്രയാണ് വരുന്നത്. അതെ. അപ്പൊ അത്രയും കുറച്ച് പൈസക്ക് നമുക്കൊരു 2-3 ലിറ്റർ പായസം കിട്ടും. അതായത് 600-700 രൂപ വരെ വരുന്ന ഒരു, അല്ലേ? പായസത്തിന് നമ്മൾ ഓർഡർ ചെയ്തെടുക്കുമ്പോൾ ഒരു 700 റുപ്പീസ് ഏകദേശം വരും. ഈ 3 ലിറ്റേഴ്സിന്. ചിലപ്പോൾ അത് നല്ലതാ. 250 എങ്കിലും ഏകദേശം ഉണ്ട്. പാലടക്ക് നമ്മൾ പുറത്തുനിന്ന് ചെയ്യും. 250 ഉണ്ടല്ലേ? 250 റുപ്പീസ്. ഓക്കെ. അപ്പോ അത് ചിലപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങുമ്പോൾ അത് നന്നാവണം എന്നില്ല. അവരെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് നമുക്കറിയില്ല. എത്രത്തോളം വൃത്തി ഉണ്ടാവും ഒന്നും അറിയില്ല നമുക്ക്. അതിന്റെ നീറ്റ്നെസ്. ഇത്തവണ എന്ന് വെച്ചാൽ ഇത് ഒരു പ്രത്യേക ഓണമാണ് നമ്മൾ ഇത്തവണ. അതായത് ഒരു കൊറോണ ലോകത്തെ മുഴുവനും കീഴടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭയാനകമായ ഒരു സിറ്റുവേഷനാണ്. ഈ സമയത്ത്
നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ബെറ്റർ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന പാലടപ്രഥമൻ, റെഡിമെയ്ഡ് പാലടപ്രഥമന് തുല്യമായി നിൽക്കുന്നത് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് പാലടപ്രഥമന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മിൽമയുടെ കട്ടി കൂടിയ പാലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 6 പാക്കറ്റ് പാലാണ്, അതായത് 3 ലിറ്റർ പാലാണ് നമ്മളിത് ഈ പാലടയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. പഞ്ചസാര ഒരു 3/4 കിലോ ആണ് പഞ്ചസാര നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സൂരജ് പാലട. അപ്പോൾ നമ്മൾ 6 പാക്കറ്റ് പാല് ആണ് ഇതിന് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാൻ പോകുന്നത്. അതിൽ ഒരു സ്റ്റീലിൻ്റെ കഴുകിയ പാത്രത്തിൽ വെള്ളം നന്നായി തുടച്ച് മാറ്റിയ പാത്രത്തിൽ പാൽ ഒഴിക്കണം. ഈ പാല് നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ആണ് വേവിച്ചെടുക്കുന്നത്. പാല് വേവിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന് 3 വിസിലാണ് കേൾപ്പിക്കുന്നത്. ഫസ്റ്റ് വിസിൽ കേൾപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കർ ഓഫ് ചെയ്തിടും. ആ സ്റ്റീം മുഴുവനും പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്ലെയിം ആയിട്ട് നമ്മൾ ഒന്നും കൂടെ വിസിൽ കേൾപ്പിക്കും. അങ്ങനെ 3 പ്രാവശ്യം സ്റ്റീം ഫുള്ള് പോയതിന് ശേഷം പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിടുകയാണ് ഫസ്റ്റ് സ്റ്റീം വന്നതിന് ശേഷം. ഇനി ഇതിൻ്റെ സ്റ്റീം പോയതിന് ശേഷം നമ്മൾ വീണ്ടും 2 പ്രാവശ്യം കൂടെ സ്റ്റീം കേൾപ്പിക്കും ഇതുപോലെ തന്നെ. ഇപ്പോൾ നമ്മൾ സൂരജ് പാലടയാണ് എടുക്കുന്നത്. ഇതിനായിട്ട് അത് ഒരു 100 ഗ്രാംസ് ആണ് നമ്മൾ ഏകദേശം എടുത്തിട്ടുള്ളത്. അത്രയും മതി നമ്മൾ ഒരു 6 പാക്കറ്റ് പാലിന്. ഇത് ചൂടുവെള്ളത്തിൽ കഴുകാൻ പോകുന്നത്. കഴുകിയതിന് ശേഷം കുക്കായിരിക്കുന്ന പാലിൽ കുറച്ച് പാൽ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നമ്മൾ പ്രഷർ കുക്കറിൽ ഒന്നും കൂടെ വേവിക്കും. കഴുകിയെടുക്കാനാണ്. ഇത് നന്നായിട്ട് കഴുകി 3 വെള്ളത്തിൽ കഴുകണം. ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ച വെള്ളമായിരിക്കണം. പിന്നെ ഞാൻ 2 വെള്ളത്തിൽ സാധാരണ ഫിൽറ്റർ ചെയ്ത വാട്ടറാണ് യൂസ് ചെയ്യാറ്. കഴുകിയ പാലട പ്രഷർ കുക്കറിലേക്ക് ഇടണം. ഇതാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാല്. ഇപ്പം നല്ല സ്മെല്ലാണ്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് പാലിൽ. ഇനി നമ്മൾ ഈ പാലാണ് അട കുക്ക് ചെയ്യാനായിട്ട് ഒഴിക്കുന്നത്. ഒന്ന് ഫിൽറ്റർ ചെയ്തൊക്കെ ഒഴിക്കുക. കുറച്ച് പാലങ്ങോട്ട് ഒഴിച്ച് ഒരു 1/4 ഭാഗം പാൽ അതിലേക്ക് ഒഴിക്കുക. പിന്നെ ബാക്കിയുള്ളത് 2 പിഞ്ച് ഉപ്പാണ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പ്രഷർ കുക്കറിൽ ഇട്ടിരിക്കുന്നത് ഒരു വിസിൽ കേട്ടിട്ട് ഓഫ് ചെയ്തിടുക. സ്റ്റീം പോയി കഴിയുമ്പോൾ അതെടുക്കുക. ഇത് ഒരു വിസിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. പാകത്തിന് വെന്തിട്ടുണ്ടല്ലേ? വെന്തിട്ടുണ്ട്. നമുക്കിത് ഉരുളിയിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടെ ചേർക്കാം. നമ്മൾ 3/4 കിലോ പഞ്ചസാര അളന്ന് വെച്ചത്. അത് നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ
വേവിച്ച് വെച്ചിട്ടുള്ള പാല് ഫിൽറ്റർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മളത് അടുപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട്. പായസം മെല്ലെ ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. പാട കെട്ടാതെ ഇളക്കണം. തിളയ്ക്കാറായിട്ടുണ്ട്. ഉരുളി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ഗ്യാസ് അല്ല ഇപ്പം ഈ ഉരുളി വെച്ചിരിക്കുന്നത്. ഇത് ഒരുവിധം വലിയ ഉരുളിയാണ്. ഇത് ഹൈ പ്രഷറിൻ്റെ ഒരു സ്റ്റൗവാണിത്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റീലിൻ്റെ ആണെങ്കിൽ വലിയ പ്രശ്നം വരുന്നില്ല അല്ലേ വിദ്യ? പിന്നെ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ആവുമ്പോൾ വേഗം ആവാനായിട്ടൊക്കെ കുറച്ചും കൂടെ നല്ലത് ഈ ഇതാണ്. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറക്കുകയാണ്. തിളച്ചാൽ ഇങ്ങനെ സിം ചെയ്യുക അല്ലേ? സിം ചെയ്തിടാം. പിന്നെ അതങ്ങനെ സിമ്മിലിരുന്ന് ആവണം. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് അതിൻ്റെ വെള്ളം പോലെ തന്നെ ഇരിക്കുകയാണ്. കുറച്ചും കൂടെ തിക്കാവണം. അത് ഒരു കളർ ഏകദേശം അതുപോലെ തന്നെ വന്നിട്ടുണ്ടല്ലേ? അതൊന്നും കൂടെ വറ്റുമ്പോൾ കളറ് നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരും. ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നല്ല പാലട പ്രഥമൻ്റെ വാസനയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പാലട നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. വിദ്യ, എനിക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചൂടാറുന്ന വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാട കെട്ടിപ്പോവും. വിദ്യ, ഇതിപ്പോ ഓഫ് ചെയ്തില്ലേ? എനിക്കിത് അപ്പൊ നമുക്ക് ഏലക്കായും നെയ്യും ഒന്നും ഇടണ്ടേ? ഒന്നും ഇടണ്ട. ഇത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 3 ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്തുള്ളൂ. നല്ല വാസനയെല്ലാം വരുന്നുണ്ട്. ശരിക്കൊരു വായില് വെള്ളം ഊറുന്നുണ്ട്. നോക്കൂ, നല്ല കൺസിസ്റ്റൻസി കറക്റ്റാണ്. അപ്പൊ ഇതൊന്നും കൂടെ കുറുകും ഇനിയിപ്പം തണുക്കുമ്പോ അല്ലേ? അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ ഈ സൈഡിൽ ഇങ്ങനെയുള്ളതൊന്നും വടിച്ചെടുക്കാൻ പാടില്ല. നമ്മൾ കട്ട വരും പായസത്തിൽ. കൈവെക്കാതെ ഇളക്കുന്നുണ്ട് നമ്മൾ. ഇത് ആയിട്ടുണ്ട്. പായസം നല്ല കട്ടിയായി തുടങ്ങി. നമ്മളിത് ഇപ്പോൾ ഓഫ് ചെയ്യണം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇതൊന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകും. മീനാക്ഷി, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മളുടെ വീഡിയോഗ്രാഫറാണ്, ചേച്ചിയുടെ മകളാണ്. ഇവളാണ് ചേച്ചിക്ക് വേണ്ട എല്ലാ വീഡിയോസും എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും. ഒരുപാട് ഡ്യൂട്ടി ഉണ്ടാകും. കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്ന
സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി